ഖുറാനിൽ ശരിക്കും ഭൂമി ഉരുണ്ടതാണെന്നും അത് സ്വന്തം ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ടോ അതോ ഭൂമി പരന്നതാണെന്നാണോ പഠിപ്പിക്കുന്നത്? ശരിക്കും ഖുറാൻ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ ചില ദാവാക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ചില ഉഡായ്പ് നമ്പറുകൾ മാത്രമാണ് കേട്ടത്. ഇതിനെയാണ് റീ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ റെട്രോഫിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങൾ പഴയ വരികളിലേക്ക് എങ്ങനെയെങ്കിലും തിരികെ കയറ്റുക. ക്ലാസിക് ഇസ്ലാമിക് സ്കോളർഷിപ്പിൽ ഒരിടത്തും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഇസ്ലാമിന് 1000 വർഷങ്ങൾ മുൻപ് തന്നെ അരിസ്റ്റോട്ടിലും പൈതഗോറസും ഒക്കെ ഭൂമി ഉരുണ്ടതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഖുറാനിൽ അത്തരം ഒരു പരാമർശം പോലും എവിടെയുമില്ല. പിന്നെ ഭൂമി ഉരുണ്ടതാണെന്ന് ഖുറാനിൽ ഉണ്ടെന്ന് ഈ ദാവാക്കാർ വാദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം വളരെ ലളിതമാണ്: ദുർവ്യാഖ്യാനങ്ങൾ. ഭൂമി ഉരുണ്ടതാണെന്ന് സ്ഥാപിക്കാൻ ഇവർ കൊണ്ടുവരുന്ന വാക്യങ്ങൾ ആണ് കോമഡി. ഉദാഹരണത്തിന് സൂറ 39 5-ാം വാക്യം, അവിടെ രാവിനെ പകലിന് മേൽ ചുറ്റുന്നു, പകലിനെ രാവിന് മേൽ ചുറ്റുന്നു എന്ന ഒരു പ്രയോഗമുണ്ട്. യുക്കാബിരു എന്നൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് ഖുറാൻ പറയുന്നു എന്ന് ഇവർ റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. ഇതിൽ എവിടെയാണ് ഭൂമിയെക്കുറിച്ച് പറയുന്നത്? രാവിനെ പകലിന് മേൽ ചുറ്റുന്നു എന്നതിനെ ഇവർ റീഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പകലിനെയും രാവിനെയും ഒന്നിനു മേൽ ഒന്ന് ചുറ്റണമെങ്കിൽ അത് ഗോളാകൃതിയിലുള്ള വസ്തുവിൻ്റെ മേലെ ആയിരിക്കണം. അപ്പോൾ ഭൂമി ഗോളാകൃതിയിലാണ്, ഉരുണ്ടതാണ് എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. സത്യത്തിൽ ഗോളാകൃതിയിലുള്ള എന്തെങ്കിലും വസ്തുവിൻ്റെ മാത്രമേ എന്തെങ്കിലും ചുറ്റാൻ പറ്റൂ. ഉദാഹരണത്തിന് ഈ ഒരു കുപ്പി, ഇത് ഗോളത്തിലല്ല, ഒരു സിലിണ്ടർ പോലത്തെ കുഴൽ പോലത്തെ സാധനമാണ്. എനിക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും ഇതിനെ മണ്ടയ്ക്ക് ചുറ്റാം അല്ലേ? ഇനിയല്ല, ഫ്ലാറ്റായിട്ടുള്ള എൻ്റെ ഫോണിൻ്റെ പുറത്ത് എനിക്ക് ചുറ്റിക്കൂടെ എന്തെങ്കിലുമൊക്കെ ഈസി ആയിട്ട് ചുറ്റാം. അപ്പോൾ ചുറ്റപ്പെടുന്നു, എൻ്റെ പുറത്ത് എന്തെങ്കിലും ചുറ്റുന്നു എന്നതുകൊണ്ട് മാത്രം ആ വസ്തു ഗോളാകൃതിയിലുള്ളതാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഭൂമി ഭ്രമണപഥത്തിൽ ഓർബിറ്റിൽ കറങ്ങുന്നു എന്ന് ഖുറാനിലുണ്ടെന്നാണ് അടുത്ത അവകാശവാദം. അതിനായി ഇവർ ഉയർത്തിക്കാട്ടുന്നത് സൂറ 21-33-ാം വാക്യമാണ്. അവനാകുന്നു രാത്രി പകൽ, സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചവൻ, ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ സൂര്യനും ചന്ദ്രനും രാത്രിയും പകലും ഓരോ ഭ്രമണപഥത്തിലൂടെ അല്ലെങ്കിൽ ഓരോ പാതയിലൂടെ നീങ്ങുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നീന്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാം മതം രൂപപ്പെടുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപേ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണിത്. അന്ന് നിലവിലുണ്ടായിരുന്ന അരിസ്റ്റോട്ടിലിയൻ ജിയോസെൻട്രിക് മോഡൽ അനുസരിച്ച് പോലും ഭൂമി അനങ്ങാതെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിൽ നിലനിൽക്കുകയും സൂര്യനും ചന്ദ്രനും അതിനെ വട്ടം കറങ്ങി, മറ്റ് ഗ്രഹങ്ങളൊക്കെ അതിനെ വട്ടം കറങ്ങിയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിലും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഒരു പ്ലെയിൻ ഒബ്സർവേഷനാണ് സൂര്യനും ചന്ദ്രനും ഈ രാത്രിയും പകലും ഓരോ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ വാക്യം ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പുതിയതായിട്ട് ഒന്നുമില്ല. ഇവിടെ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും മാത്രമാണ് പറയുന്നത്. ഖുർആൻ പറയുന്നത് ഭൂമിയെക്കുറിച്ചല്ല. ദാവാക്കാർ ഇല്ലാത്ത ഭൂമി ഇവിടെ തിരികെ കയറ്റിയതാണ്. ഇതൊന്നുമല്ല ഏറ്റവും വലിയ കോമഡി. ഇതാ ഈ വാക്യമാണ്, സൂറ അന്നാസിയത്ത്, സൂറ 79-30-ാം വാക്യം. അതിനുശേഷം അവൻ ഭൂമിയെ പരത്തി, ദഹാഹ എന്നൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാക്കിലാണ് ദാവാക്കാരുടെ മറ്റൊരു മാജിക് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇബ്നു മൻസൂറിൻ്റെ ലിസാൻ അൽ അറബ്, മാജുദ്ദീൻ അൽ ഫൈറുസാബാദിയുടെ അൽ ഖാമുസ് അൽ മുഹീദ്, മുർതദ അൽ സബീദിയുടെ താജ് അൽ അറൂസ് പോലെയുള്ള ഏത് ക്ലാസിക്കൽ അറബ് നിഘണ്ടു എടുത്ത് പരിശോധിച്ചോ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും: ദഹാഹ എന്ന വാക്കിന് വിരിക്കുക, നിരപ്പാക്കുക എന്നീ അർത്ഥങ്ങൾ മാത്രമാണുള്ളത്. അതായത് വളരെ പരന്ന ഒരു ഭൂമിയെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പരത്തി എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. നമ്മൾ കൃഷി ചെയ്തതിന് ഭൂമി ഒന്ന് വെടിപ്പാക്കി നിരപ്പാക്കാറില്ലേ? അതുപോലെ ഒട്ടകപ്പക്ഷികൾ കൂടുണ്ടാക്കുന്നതിന് മുൻപ് ആ സ്ഥലം ഒന്ന് വെടിപ്പാക്കി നിരപ്പാക്കും. അതുപോലെ അള്ളാഹു ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി നിരപ്പാക്കി ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം. ഇനി ഇത് ഭൂമിയുടെ ജിയോമെട്രിക് ഷേപ്പിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണെന്ന് നിങ്ങൾ വാദിച്ചാൽ അവിടെ തീർന്നു നിങ്ങളുടെ ഉരുണ്ട ഭൂമിയുടെ വാദം. ഒട്ടകപ്പക്ഷി മുട്ടയിടുന്നതിന് മുമ്പ് സ്ഥലം നിരപ്പാക്കുന്നത് പോലെ നന്നായി പരത്തി വച്ചിരിക്കുന്ന ഒരു ഭൂമിയെക്കുറിച്ചാണ് ഖുറാൻ ഇവിടെ പറയുന്നത്. ചുരുക്കത്തിൽ ഖുറാൻ വിവരിക്കുന്നത് പരന്ന ഭൂമിയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഏതൊരു ഗ്രന്ഥമായാലും, അത് മതഗ്രന്ഥമായാലോ അല്ലെങ്കിലോ,
അത് രചിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ശാസ്ത്രീയമായ അറിവുകളും ലോകവീക്ഷണങ്ങളും ആ രചനയെ സ്വാധീനിക്കാം. ഇപ്പോൾ ബൈബിളിൻ്റെ കാര്യം തന്നെ എടുക്കാം. ബൈബിൾ ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഒരു ടെക്സ്റ്റ് ബുക്കല്ല. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് പഠിപ്പിക്കുന്നതല്ല ബൈബിളിൻ്റെ ലക്ഷ്യം. മറിച്ച് ദൈവശാസ്ത്രവും ധാർമ്മികതയുമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ മനുഷ്യരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന പ്രതീകങ്ങളും ശൈലികളും ഉപയോഗിക്കുമ്പോൾ അന്നത്തെ ശാസ്ത്രീയ ചിന്തകളും അന്നത്തെ ലോകവീക്ഷണവും ഈ രചനയെ സ്വാധീനിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു കാമുകൻ തൻ്റെ പ്രിയതമയോട് നീ എൻ്റെ ചങ്കാണ്, കരളാണ് എന്ന് പറയുമ്പോൾ അയാൾ അവിടെ ബയോളജി പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ശരീരശാസ്ത്രത്തിനപ്പുറമുള്ള തൻ്റെ പ്രണയമെന്ന ആത്യന്തിക സത്യത്തെ വെളിപ്പെടുത്താനാണ് അയാൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ വെറും ആലങ്കാരിക ഭാഷ മാത്രമാണ്. അപ്പോൾ അതിന് വെറും ബാഡ് ബയോളജി അല്ലെങ്കിൽ ബാഡ് സയൻസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തിൻ്റെ അന്തസത്തയാണ് നഷ്ടപ്പെടുത്തുന്നത്. വി ആർ മിസ്സിങ് ദ പോയിൻറ്റ്. സമാനമായ രീതിയിൽ മതഗ്രന്ഥങ്ങൾ നമ്മളോട് സംവദിക്കാൻ ശ്രമിക്കുന്ന ആത്യന്തിക സത്യങ്ങളെ മനസ്സിലാക്കാതെ അവ സയൻസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ ശാസ്ത്രം തിരയുന്നത് വലിയൊരു അബദ്ധമാണ്. പരന്ന ഭൂമിയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഖുറാനിലോ മറ്റ് മതഗ്രന്ഥങ്ങളിലോ ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. കാരണം അത് ആ മതഗ്രന്ഥം നൽകാൻ ഉദ്ദേശിക്കുന്ന ആത്മീയമോ ധാർമ്മികമായ സന്ദേശത്തെ ബാധിക്കുന്ന ഒന്നല്ല. എന്നാൽ ശാസ്ത്രീയമായ സത്യങ്ങൾ ഖുറാനിലേക്കെന്ന് മാത്രമല്ല ബൈബിളിലേക്കോ മറ്റേതെങ്കിലും മതഗ്രന്ഥത്തിലേക്കോ തിരികയറ്റാൻ റെട്രോഫിറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളതിനെ എതിർക്കുന്നത്. പക്ഷേ ഖുറാനിലെ പരന്ന ഭൂമി പ്രയോഗങ്ങൾ പ്രശ്നമാകുന്ന പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ പ്രശ്നം, ഖുറാന് ഒരു ഹ്യൂമൻ ഓഥർ ഇല്ല എന്ന ഇസ്ലാമിക കാഴ്ചപ്പാട് തന്നെയാണ്. അതായത് സർവജ്ഞാനിയായ ദൈവം നേരിട്ട് ഡിക്റ്റേറ്റ് ചെയ്തതാണ് ഈ ഗ്രന്ഥം എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഖുറാൻ ആരെഴുതി എന്ന് അടിയുറച്ചൊരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിച്ചാൽ ഒരിക്കലും അയാൾ ഒരു പേര് പറയില്ല. അപ്പോൾ സർവജ്ഞാനിയായ ദൈവം നേരിട്ട് നൽകുന്ന സന്ദേശമാകുമ്പോൾ അതിൽ അന്നത്തെ കാലഘട്ടത്തിലെ പരിമിതമായ ശാസ്ത്രീയമായ അറിവുകളുടെ സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. അതാണ് യുക്തി. എന്നാൽ മറ്റ് മതഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് ബൈബിളിനെ നോക്കുകയാണെങ്കിൽ അവിടെ കാര്യങ്ങൾ ഒരല്പം വ്യത്യസ്തമാണ്. ബൈബിളിൻ്റെ രചനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിന് ഒരേ സമയം ഒരു ഡിവൈൻ ഓഥറും ഒരു ഹ്യൂമൻ ഓഥറും ഉണ്ട്. മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും ഒക്കെ സുവിശേഷം എഴുതുമ്പോൾ അവർ വെറും ഒരു ടൈപ്പിസ്റ്റുകൾ മാത്രമായിരുന്നില്ല. ദേ വർ ദ റിയൽ ഓഥേഴ്സ്. അവർ സ്വന്തം ഭാഷയും ശൈലിയും തങ്ങൾ ശേഖരിച്ച വിവരവും ബുദ്ധിശക്തിയും ഉപയോഗിച്ച് തങ്ങളുടെ ഗുരുവായ യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ചുറ്റുമുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത്. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വരുന്നത്. ദൈവം നമ്മോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന രക്ഷാകരമായ സന്ദേശം, മൊറാലിറ്റി അല്ലെങ്കിൽ ദൈവശാസ്ത്രം തെറ്റുകൂടാതെ അവതരിപ്പിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചത്. ഇതൊരു ശാസ്ത്രഗ്രന്ഥമല്ലാത്തത് കൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ സാമൂഹികമായ കാഴ്ചപ്പാടുകളും പ്രാഥമികമായ ശാസ്ത്രീയ നിരീക്ഷണങ്ങളോ എഴുത്തുകാരുടെ ശൈലിയിൽ കലർന്നിട്ടുണ്ടാവാം. കാരണം ബൈബിളിൻ്റെ ലക്ഷ്യം ശാസ്ത്രം പഠിപ്പിക്കുക എന്നതല്ല, മറിച്ച് ദൈവത്തെയും മനുഷ്യരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുക എന്നതാണ്. അതായത് ബൈബിളിൻ്റെ ദൈവശാസ്ത്രമാണ് ദൈവം തെറ്റുകൂടാതെ പരിരക്ഷിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ നമ്മൾ ഈ വാക്യങ്ങളെയൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഖുറാനിലെ ഈ പരാമർശങ്ങൾ വെറും ആലങ്കാരികമായ പരാമർശമല്ല എന്നതാണ് വസ്തുത. ഞാൻ ആദ്യം കരുതി ഇതൊക്കെ വെറും ആലങ്കാരികമായ ഉപമകളാണെന്നാണ്. എന്നാൽ ഖുറാൻ്റെ തഫ്സീറുകൾ, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ബോധ്യപ്പെടും ഇത് ആലങ്കാരികമായതല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന്. ഭൂമി പരന്നതാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ചില ഖുറാൻ വാക്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. സംശയമുള്ളവർക്ക് ഈ വാക്യങ്ങളുടെ തഫ്സീറുകൾ ഓൺലൈനിൽ ലഭ്യമാണ്, എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതെൻ്റെ വ്യാഖ്യാനമൊന്നുമല്ല. സൂറ 2 വാക്യം 22, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പായും ആകാശത്തെ ഒരു മേൽപ്പുരയായും സംവിധാനിച്ചവൻ. ഇനി സൂറ 88 വാക്യം 20, ഭൂമിയെ എങ്ങനെയാണ് പരത്തി വച്ചിരിക്കുന്നത് എന്ന് അവർ നോക്കുന്നില്ലേ. സൂറ 13 3 വാക്യം, അവനത്രേ ഭൂമിയെ പരത്തുകയും അതിൽ ഉറപ്പുള്ള പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സൂറ അന്നാസിയത്ത് 79 30, അതിനുശേഷം അവൻ ഭൂമിയെ പരത്തി ദഹാഹ. ഇവിടെയൊക്കെ ഭൂമി ഒരു വിരിപ്പ് അല്ലെങ്കിൽ ബെഡ് പോലെയൊക്കെ പായ പോലെയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു വിവരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഗോളത്തെ വിവരിക്കാനല്ല, മറിച്ച് നിരപ്പായ ഒരു പ്രതലത്തെ സൂചിപ്പിക്കാനാണ് ഈ പദപ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം.